അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു LCHF സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു മീറ്റ് ബോക്സാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ഇറച്ചി പൊരിച്ചത് തന്നെ മിക്സ് ചെയ്തിട്ട് അതാണ് എടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊരിച്ച ഇറച്ചി ഇല്ലയെന്നുണ്ടെങ്കിൽ മിൻസഡ് മീറ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിൽ തന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലായിട്ട് സവാള പിന്നെ പച്ചമുളക് അതൊന്നും ചേർക്കണമെന്നില്ല. അങ്ങനെ ഒരു സ്റ്റഫിങ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇറച്ചിപ്പെട്ടി തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത് ചീസും ബദാം പൊടിയും ഒരു മുട്ടയുമാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു സമൂസ റെസിപ്പി ചെയ്തിരുന്നു, അതേപോലെ തന്നെയാണ് ഈ ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൊസറല്ല ചീസ് എടുക്കാം. ഒരു 10 സ്പൂണോളം ചീസ് ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇനി അതിലേക്ക് ലേശം ബദാം പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 10 സ്പൂണോളം ബദാം പൊടി മതിയാകും. നന്നായി മിക്സ് ചെയ്ത ശേഷം തീ ഓഫാക്കാം. ഇതിപ്പോൾ നല്ലൊരു മാവ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട ആ ചൂടിൽ വേവുന്ന മുന്നേ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനോട് കൂടി നന്നായി മിക്സ് ചെയ്യുമ്പോൾ ആ മാവിനോട് കൂടിയാണ്ട് ചേരും. നമ്മൾ വിചാരിക്കും ഇത് വേറെ വെന്ത് കിടക്കില്ലേന്ന്, പക്ഷെ തീ ഓഫാക്കിയിട്ട് ചേർക്കുന്നത് കൊണ്ട് വേവൊന്നുമില്ല, അതിനോട് തന്നെ മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഈ മാവ് ഒന്നുകൂടി ലൂസായിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് തന്നെ കുഴച്ച് നോക്കാം. ഇപ്പം നല്ല ചൂടുണ്ട്, എൻ്റെ കൈ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുണ്ടെങ്കിൽ കൈ കൊണ്ട് കുഴച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തവി കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാനിതിലേക്ക് 3 സ്പൂൺ കൂടി പൊടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തവി കൊണ്ടോ കൈ കൊണ്ടോ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് നടുക്ക് മാവ് വെച്ചിട്ട് പരത്തിയെടുക്കാം. കൈ കൊണ്ട് പരത്തണമെന്നില്ല, നമുക്ക് കയ്യിലുള്ളൊരു റോളർ കൊണ്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു അപ്പത്തിൻ്റെ ഷേപ്പായിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാം. വളരെ കട്ടി കുറക്കണ്ട, നമ്മുടെ കയ്യിലൊരു ഒതുങ്ങാവുന്ന പാകത്തിന് നമുക്കിതൊരു ബോക്സ് ഷേപ്പിൽ മടക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് പരത്തി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കട്ടി എത്ര ഉണ്ടെന്ന്. ഇനി മുകളിലുള്ള ബേക്കിംഗ് പേപ്പർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു കട്ടിയേ ഉള്ളൂ. ഇനി നമുക്കിത് ചതുരത്തിൽ മുറിച്ചെടുക്കണം. ഞാനിവിടെ 2 സൈഡിലും ഓരോ ചതുര പീസ്, നടുക്ക് 4 ചതുര പീസ് വരുന്ന ഒരു ഐഡിയക്കാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന മാവിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചതുരത്തിൽ മുറിച്ചെടുത്താൽ മതി. കൂടുതലായിട്ടുള്ളത് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് 1-2 ഷീറ്റാക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിതവിടെ ഒരു 4 2 സൈഡിൽ 2 അങ്ങനെ 6 ചതുര പീസാണ് ഇവിടെ ഉദ്ദേശം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ട്രാ എടുത്ത ഈ കഷ്ണം കൊണ്ട് 1-2 പീസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷീറ്റ് റെഡിയായി. ഇനി ഇറച്ചി നമുക്ക് ഇതിൻ്റെ ഒരറ്റത്ത് വേണം വെച്ച് കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊരിച്ച ഇറച്ചി ഞാനിവിടെ പിച്ചിയെടുത്തതാണ് കേട്ടോ. ഇത് ഞാനൊരു ഷീറ്റിൻ്റെ ഒരറ്റത്ത് വെക്കുകയാണ്. അറ്റത്ത് വെക്കുമ്പം ഇത് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊന്നും ഇറച്ചി വീഴാതെ നോക്കണം. വീണാൽ തന്നെ അത് നടുക്കിലേക്ക് നീക്കി കൊടുക്കണം. ഇങ്ങനെ 3 സൈഡും ഇങ്ങനെ കാലിയാക്കി കൊടുക്കണം. ഇനി ബാക്കി എടുത്തിട്ട് നേരെ പകുതി മടക്കാം. ഇനി എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ബാക്കി സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കയ്യിലേക്ക് എടുത്തിട്ട് ഇതേപോലെ എടുക്കാൻ കിട്ടും. എന്നിട്ട് ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വേണമെങ്കിൽ മടക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരെണ്ണം കൂടെ കാണിക്കാം.
ഇറച്ചി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പം ചിലപ്പം ചെറിയ ഹോളൊക്കെ വന്നെന്നിരിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, സാധാരണ നമ്മൾ സമൂസയൊക്കെ തയ്യാറാക്കുമ്പം ഒരു ലേശം മാവ് പിച്ചിട്ട് ആ ഹോൾ അങ്ങ് അടച്ചു കൊടുക്കുമല്ലോ. അതേപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. ചീസായതുകൊണ്ട് തമ്മിൽ ഒട്ടി പിടിച്ചോളൂ. നമ്മൾ സാധാരണ മൈദ ഒട്ടിക്കാനെടുക്കുന്ന മൈദമാവ് അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം മാവൊക്കെയാണ് ഇതുപോലെ ഹോളുകൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾ അടച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു കഷ്ണം എടുത്തിട്ട് ഹോളുകൾ വന്നാൽ അത് അടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ മടക്കിയെടുക്കാം. ബാക്കി 3 സൈഡും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കുറച്ചൊരു എന്താ പറയുക, സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട, ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തതിൽ ഒരു ഹോൾ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒരു മുട്ടയിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീറ്റ് ബോക്സിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പൊരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോള് വീണ് ഒട്ടിച്ചതൊക്കെ ഒന്നുകൂടി സേഫ്റ്റി ആയിട്ട് ഇരുന്നോളൂ. ഈ ഒരു മുട്ട മിശ്രിതത്തിൻ്റെ കോട്ടിങ് വരുമ്പം കുറച്ചുകൂടി നമുക്ക് ഒരു ആത്മവിശ്വാസമാണ്, പൊരിച്ചെടുക്കുമ്പോൾ അത് പുറത്തേക്കൊന്നും തെറിച്ചു പോയില്ല എന്ന്. പിന്നെ ഈ മുട്ട മിശ്രിതം ഇല്ലാതെ പൊരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ അങ്ങ് വിട്ടുപോന്നു. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനും മുൻപ് എന്തൊക്കെയോ വീഡിയോ ചെയ്തപ്പോൾ ഇതേപോലെ ബ്രഷ് ചെയ്യുന്ന കാര്യം ചെയ്തിരുന്നു. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇതിനകത്ത് വേവാനായിട്ടൊന്നുമില്ല. ഒന്ന് നമുക്ക് ആ ഒരു ഷേപ്പിലൊന്ന് ഗോൾഡൻ നിറായി വന്നാൽ മതി. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡും ആയിക്കഴിഞ്ഞാൽ കോരിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം ഇതാ ഞാനിവിടെ ഒരെണ്ണം പൊരിച്ചെടുത്ത് ഇതേപോലെ മുഴുവനും പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിക്കാനായിട്ട് എഗ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കാം കേട്ടോ. അതിൽ എന്തെങ്കിലും ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊരിച്ചെടുക്കാം. ഇതേപോലെ മുഴുവനും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പൊരിച്ചെടുക്കാം. ഒന്ന് എക്സ്ട്രാ കെയർ കൊടുത്താൽ മതി. പണിയൊക്കെ എളുപ്പമാണ്. പൊരിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം മതി. അങ്ങനെ ഞാനിവിടെ മുഴുവനും പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ആകെ എൻ്റെ കയ്യിൽ 8 എണ്ണമാണ് ഉണ്ടായത്. അപ്പോൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്ത് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി ഒരളവൊക്കെ എടുത്താൽ മതിയാകും. ചീസും ബദാം പൊടിയൊക്കെ ഇതിനോട് കൂടിയിട്ട് ഞാൻ ടൊമാറ്റോ സോസ് കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപ്പോ എരിവോ കുറവോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഈ ടൊമാറ്റോ സോസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഇടണ്ട, കുരുമുളക് പൊടി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ സമൂസ ചെയ്തപ്പം വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്തത്. അതിനകത്ത് റാഡിഷാണ് സ്റ്റഫിംഗ് ആയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഇറച്ചി വെച്ചിട്ടും നമുക്ക് സമൂസ ഒക്കെ കഴിക്കുന്ന ആ നല്ലൊരു ഫീലിങ്ങിൽ ആ ഒരു രുചിയിൽ ഇതും കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് LCHF വിരുന്നുകാരൊക്കെ വരുമ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഞാനിത് നോമ്പിനൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു കേട്ടോ. നല്ലൊരു LCHF പലഹാരമാണ്. ഉച്ചക്ക് ഇങ്ങനെ ഒന്നും തയ്യാറാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ രാത്രി നോക്കാം. ഇനിയിപ്പോൾ രാത്രിയൊക്കെ പൊരിച്ച് വെച്ചാൽ രാവിലെ എടുത്ത് കഴിക്കാം, കേടൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.